My name is Adnan Mohammed. I am the founder of Keel Wellness. My name is Raza Mohammed, and I'm the founder of Remior Enterprises. And my name is Mohammed Sinan. I am a student and I'm trying to become something. Okay. So, together we are the ground level. നമ്മളപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് 1 ആണ് ഷൂട്ടിംഗ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഡ്രീമിങ്, സ്റ്റാർട്ട് ബിൽഡിങ്, ദ പ്രൈസ് ഓഫ് ബിക്കമിങ് സംവൺ. സോ നമ്മൾ ഫസ്റ്റത്തെ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ദ മിത്ത് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഈ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഒരു വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത്, എക്സിക്യൂഷൻ ചെയ്യാണ്ട്, അതിന് മേലെ ഉള്ള ഒരു പോയിന്റ്, ലൈക്ക് ഹൗ ഇസ് ദാറ്റ് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ? റൈറ്റ് ടൈമിന് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഡസൻ കം ആൻഡ് നോക്ക്, യു ബിൽഡ് ദ ഡോർ. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കലാണ്. ദർ ഇസ് നോ റൈറ്റ് ടൈം, ഇറ്റ്സ് എൻ ഇല്യൂഷൻ. അതിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മള് നാളെയോ മറ്റന്നാളെയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മല മറിയാൻ വേണ്ടിയിട്ട് കാത്തിക്കില്ല, നമ്മൾ മല മറിക്കില്ല. ഓക്കെ, നമ്മളായിട്ട് ഇറങ്ങി കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. അങ്ങനെ തന്നെയാണ് ഇപ്പോ എന്റെ ലൈഫില് ഞാൻ ഏതറ്റം നോക്കിക്കഴിഞ്ഞാലും ത്രൂ ഔട്ട് ഇതുവരെ നമ്മൾ എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചാൽ നമ്മളായിട്ട് ഒരു സാധനം ഇനീഷ്യേറ്റ് ചെയ്യാണ്ട് ഒന്നും ഏടി എത്തിയിട്ടില്ല. റിയാലിറ്റി അതാണ്. തോന്നുന്നത് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതാ. കാരണം ഇത്രയും കാലമായിട്ട് ഞാനൊരു ആക്ച്വലി പേഴ്സണൽ പേജ്. സോ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ കുറെ റൈറ്റ് ടൈം നോക്കി വെയിറ്റ് ചെയ്ത ഒരാളാണ്. സ്റ്റിൽ വെയിറ്റ് ചെയ്ത് ഓരോ ടൈം ഓർത്ത് റിഗ്രറ്റ് അടിച്ചിട്ടേ ഉള്ളൂ. സോ റൈറ്റ് ടൈം പറഞ്ഞിട്ടുള്ള ഒരു ടൈമില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സിഗ്നലിലേക്ക് പോയിട്ട് ഒരു ട്രാഫിക്കിലേക്ക് ഒരു സിഗ്നൽ നിർത്തുമ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടാവും. അവിടുന്ന് നമ്മള് ഇത് ഗ്രീന് കത്തിട്ട് അങ്ങോട്ടുള്ള എല്ലാ സിഗ്നലും ഗ്രീൻ ആയാലും മാത്രമേ ഇവിടുന്ന് വണ്ടി എടുക്കും പറഞ്ഞിട്ട് കാര്യമല്ലോ. പോകുന്ന വഴിക്കായിരിക്കും ഓരോരോ സിഗ്നൽസ് ഉണ്ടാവും, ഓരോരോ ബാരിയേഴ്സ് ഉണ്ടാവും. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതോ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ സംഭവം സെറ്റാണ്, ഓണാന്നല്ല എല്ലാവരും പറയും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള പാട്ടാണ്. ലൈക്ക് നമുക്കൊരു പ്യൂർ ഇന്റൻഷൻസ് ഉണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ബാക്കടിക്കുന്നത് എനിക്കറിയില്ല, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ ഹാർഡായിട്ടുള്ള കാര്യം. നിലനിർത്തൽ, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ വെക്കല്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ലൈക്ക് കുറെ ആൾക്കാർ പറയും എനിക്ക് മോട്ടിവേഷൻ ഉള്ളപ്പം ഇത് ചെയ്യും, അത് മെയിൻലി ജിമ്മിൽ പോകുന്ന കാര്യത്തില്. പക്ഷെ മോട്ടിവേഷന്റെ മേലെ ചെയ്ത് കഴിഞ്ഞാല്, മോട്ടിവേഷൻ എന്ന് പറയുമ്പോ ഹൈ ടൈം, ഒരു വീക്ക് മൊത്തം നോക്കുമ്പോ ഒരു ഹൈ ടൈം ഉണ്ടാവും, ആ ദിവസം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല. പക്ഷെ കൺസിസ്റ്റൻസിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാല് എവറി ഡേ ജസ്റ്റ് ഷോ അപ്പ് ദർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചാണെങ്കിൽ പോലും, ലൈക്ക് മേ ബി 10% ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകും, മേ ബി 50% ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകും. പക്ഷെ ഡെയിലി ആണ് വന്നൊരു കൺസിസ്റ്റൻസി കാണിക്കുമ്പോന്ന് നമുക്ക് ഇത് വരുന്നത്, ലൈക്ക് റിസൾട്ട്സ് വരുന്നത്. ഇപ്പോ എന്റെ കമ്പനീന്റെ സംബന്ധിച്ചിടത്തോളം നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പണി കിട്ടും. നമ്മൾ പ്ലാനിലാക്കി, പ്ലാന് വല്ല ഇതെല്ലാം ആക്കി. എന്നിട്ട് നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാം. ബിക്കോസ് പെർഫെക്ഷൻ ഇസ് കീ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്തത്. പെർഫെക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രൈവ് ചെയ്ത് നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒക്ടോബർ നമ്മൾ ലോഞ്ച് ചെയ്തപ്പം ഓണസ്റ്റ്ലി നമ്മള് ലോഞ്ച് ചെയ്യേണ്ട കാലങ്ങളും കുറെ കഴിഞ്ഞായിരുന്നു. ഭയങ്കര ഡിലേ ആയി. ലോഞ്ച് ചെയ്തതിന് ശേഷം ഒരു ലെസൺ നല്ല പഠിച്ചത്. ബിക്കോസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ഇസ് ജസ്റ്റ് ഗോണ ഹോൾഡ് യു ബാക്ക്. ലോഞ്ച്, then find out if it's good for you or not എന്നുള്ളൊരു ലെവലിലേക്ക് വന്നു പറ്റും. നമ്മളെല്ലാം what you said, if you show up every single day, then everything else will follow. നമ്മളെ ചുറ്റുള്ള ആൾക്കാരിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടും, that yeah, we are on the right track right now, like whatever it is, this moment, അത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയത്. ഇപ്പൊ 2 വർഷം മുമ്പ് ഞാൻ ഡെയിലി രാവിലെ എണീക്കുന്നുണ്ട്, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഡെയിലി നല്ല ഡയറ്റ് എടുക്കുന്നുണ്ട്, ഡെയിലി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു 1% 2% കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 2 ഇയേഴ്സിന് ശേഷം ഞാൻ മാറിയിട്ടുണ്ടാവല്ലോ. സോ ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യാം.
പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ പെർഫെക്ഷനിസം ഞാൻ അമ്മ ബിഗ് പെർഫെക്ഷനിസ്റ്റ്. നമുക്കിപ്പോ എന്തെങ്കിലും ചെറുങ്ങനെ ഒരു ഇതായിട്ട് എന്താ പറയാ കുറച്ചിട്ട് നമ്മള് ഉമ്മാന്റെ ഭാഗത്തായിട്ട് കിട്ടിയ ഒരു OCD പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതുണ്ട്. നമുക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ നടന്നിട്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുൾ ഇളകാൻ തുടങ്ങും. പക്ഷെ അത് ഇറ്റ്സ് ഓൺലി ഹോൾഡിങ് യു ബാക്ക്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മാക്സിമം പൊട്ടൻഷ്യൽ ഇങ്ങനെ പെരുകുന്നേ ഉള്ളൂ. നമ്മള് എന്താ പറയാ ദർ ഈസ് എ ബ്യൂട്ടി ടു ഇംപെർഫെക്ഷൻ. ഓക്കെ, നമ്മളെ ഈ എന്താ പറയാ ജാപ്പനീസില് ഒരു ചൊല്ലുണ്ട്, കിൻസുഗി എന്നാണ് തോന്നുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മളെ ഈ ആർട്ടിസ്ട്രിയിലാണ് ഓക്കെ പോട്ടറി മേക്കിംഗ്. അപ്പൊ പൊട്ടിക്ക് കഴിഞ്ഞാൽ ഇവര് ഈ ഗോൾഡിന്റെയും പിന്നെ അതുപോലെ തന്നെ സിൽവറിന്റെ ഇങ്ങനത്തെ കുറച്ച് മെറ്റൽസിന്റെ ഇതുകൊണ്ട് ഇവര് അതിനെ വീണ്ടും റീജോയിൻ ചെയ്തിട്ട് റീഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരും. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക യു ഓണിങ് യുവർ സ്കാർസ്, യു ഓണിങ് യുവർ മിസ്റ്റേക്സ് ആൻഡ് യുവർ മിസ്റ്റേക്സ് ഓൺലി മേക്ക് യു ഈവൻ മോർ ബ്യൂട്ടിഫുൾ. ആ പൊട്ടിയ ഫ്ലാസ്കിനെ ഇതിനെ ഈ ഗോൾഡിന്റെ ഇതിനെ കൊണ്ട് ഇതാക്കിയിട്ട് എടുക്കുമ്പോൾ ഇറ്റ് ലുക്സ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. അപ്പോ ഒരു സാധനമാണ് ഇന്ന് പോയി വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കലല്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. പക്ഷെ എല്ലായിടത്തും ഇപ്പം സിനാൻ പറഞ്ഞില്ല ഇറ്റ്സ് ഈസി ടു സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് ബട്ട് ടേക്സ് എ ലോട്ട് ഔട്ട് ഓഫ് യു. യു നീഡ് ദാറ്റ് കറേജ് ടു സ്റ്റാർട്ട്. ആ ഒരു ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആഴത്തിലുണ്ട് നമുക്ക് മനസ്സിലാവും. അത് അറിയണം, എന്നാലും നമ്മൾ നീന്താനും പഠിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ആ ഒരു ഇതിൽ പോകും. ഇതിനെ കുറിച്ച് എന്താ പറയാ ഇൻസെക്യൂരിറ്റീസ് മെയിൻ ഈ പറഞ്ഞ കറേജ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാരും പഠിക്കുന്ന ബാക്ക് ചെയ്യുന്ന ഒരു സാധനം ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. സോ അതിനെങ്ങനെ ഫേസ് ചെയ്യാം? ഇൻസെക്യൂരിറ്റീസിന്റെ കാര്യത്തില് എനിക്ക് മെയിൻലി പറയാനുള്ളത് വെച്ചാൽ ഫോർ മൈ സെൽഫ് സ്പീക്കിംഗ് എനിക്ക് ഫേസ് ക്യാമറ മൊബൈൽ ഇടൽ ഭയങ്കര വലിയ ഇൻസെക്യൂരിറ്റിയാണ്. മെയിൻലി 12th സ്റ്റാൻഡേർഡില് ഞാൻ ബഹൻസിൽ പഠിച്ചത്. അപ്പൊ ബഹൻസില് ക്യാബിനറ്റ് മെമ്പറിന് പോസ്റ്റ് കയറിയപ്പോൾ സ്റ്റേജിൽ കയറാൻ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അധികം ഞാൻ കയറില് മാസ്ക് ഇട്ടിട്ടായിരുന്നു. ഇത് അതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ അതൊരു ആക്ഷൻ ലൈക്ക് മാസ്ക് ഇട്ടിട്ടെങ്കിലും സ്റ്റേജിൽ കയറിയല്ല. ആ സ്റ്റേജിൽ കയറിയതിന് ശേഷം എന്താ മെല്ലണോ യു ഓവർകം ദാറ്റ് ഇൻസെക്യൂരിറ്റി. പക്ഷെ ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ എന്തായാലും അത് ഫിയർ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ എന്തായാലും കാര്യം കുത്തണം. കാരണം ഇല്ല എനിക്ക് അതില്ല ബാക്ക് അടിച്ചാല് ഒന്നാമത്തെ വെച്ചാൽ നിങ്ങള് ഗ്രോ ചെയ്യില്ല, ഗ്രോത്ത് തീരെ ഉണ്ടാവില്ല. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഉള്ളതുകൊണ്ട് മാത്രം ഐ തിങ്ക് ഭവൻസില് ക്യാബിനറ്റ് മെമ്പറായിട്ട് മാസ്ക് ഇട്ടിട്ട് സ്റ്റേജിൽ കയറി പേടിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് ഇപ്പോ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് എല്ലാ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനുള്ള എന്താ പറയാ കറേജും കോൺഫിഡൻസും വന്നത്. സോ എല്ലായിടത്തും ഒരു ലെവൽ 1 ഉണ്ടാവും. ഇറ്റ്സ് എ ഗ്രൗണ്ട് ലെവൽ. ആസ് ഐ സെഡ് ഇറ്റ്സ് എ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ലെവൽ 1 യു ജസ്റ്റ് സ്ലോലി ഇംപ്രൂവ് യുവർ സെൽഫ്. ഫർദർ ഇത് വന്ന് അതെല്ലാം വെച്ചിട്ട് ഇതൊക്കെ തന്നെ സെക്യൂരിറ്റീസിന്റെ മേലെ അതാണ് പറയുന്നത്. Nobody is built like a Michelangelo painting. മറ്റേ ആ ഒരു ഒന്നും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും പോരായ്മകളുണ്ട്. ചില ആൾക്കാർക്ക് കൊങ്ങണായിരിക്കും, ചില ആൾക്കാർക്ക് കൊന്ത്രപ്പല്ലുണ്ടാവും. ഈ ഇൻസെക്യൂരിറ്റീസ് മോസ്റ്റ്ലി ആൾക്കാർ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട് ആയിട്ട് കാണും, ആ ഒരു ഇതിലേക്ക് എടുക്കല്. പക്ഷെ അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് എന്താ പറയാ ഈ ഒരു ഇതിലേക്ക് സദസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വിറകളും. ഓക്കെ, ചില ആൾക്കാർക്ക് വേർപ്പിന്റെ എൻ്റെ ഒരു ചങ്ങായിണ്ട്, ഓന് എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. പിന്നെ അവന് വേറെ ഈ 12th കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കോഴ്സ് ചെയ്തു. VFXന്റെ കുറച്ച് കാര്യം ചെയ്തു, പിന്നെ ഈ പ്ലംബിങ്ങിന്റെ കോഴ്സിലും ചെയ്തു. ഞാൻ ഇവരോട് പറഞ്ഞത് നിന്റെ ഫിസിക്കൽ അടിപൊളിയാണ്, ഇവർക്ക് 6x6 വിഷൻ പെർഫെക്റ്റ് വിഷൻ ഉണ്ട്, കാഴ്ചക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ പോലീസിൽ കയറിക്കൂടെ, കുഴപ്പമില്ലല്ലോ. പക്ഷെ പറഞ്ഞാൽ എല്ലാവരും എനിക്ക് ഈ വേർപ്പ് നാറുന്ന എനിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഇറ്റ്സ് എ റിയൽ തിങ്. അപ്പൊ ഓനത് ഭയങ്കര ഇതായിട്ട് നടക്കില്ല. ഓൻ എപ്പം നല്ല എപ്പം കുളിക്കും, പിന്നെ ഈ പെർഫ്യൂം ഡിയോഡറന്റ് അതൊന്നും അടിക്കാണ്ട് ഇവന് ഒരു ആളെ ഇടയിൽ ഇറങ്ങൂല. അപ്പൊ ഓനക്ക് ആ ഒരു ഇതാണ് വേർപ്പിന്റെ സ്മെല്ല് ഇസ് എൻ ഇൻസെക്യൂരിറ്റി. ഓൻ വേർക്കുന്ന ഓനക്കൊരു പ്രശ്നമായിട്ട് കാണുന്നു. അപ്പം ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മ അത് വിചാരിച്ച് നിന്നതിനെ പിന്നെ നമ്മ നിന്നെടുത്തേ ഉണ്ടാവുമല്ലോ. മാക്സിമം നമ്മളെല്ലാരും കമ്പയർ ചെയ്യുന്നില്ല ഈ ഇൻസെക്യൂരിറ്റി കാര്യത്തിൽ. നമ്മൾ ഈ ഇതേപോലെ റീലിൽ കാണുമ്പോൾ ഓർക്കാലൊക്കെ അറിയിച്ചിട്ട് അവരെ കാണാനുള്ള രസമിട്ട് അവിടെ ലൈക്ക് ഇട്ട് നമ്മൾ ആ രീതിയിൽ കമ്പയർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോ എന്റെ വീഡിയോസ് നോക്കുമ്പോൾ ചിലപ്പോ എനിക്ക് ഇൻസെക്യൂരിറ്റീസ് ഇല്ലാന്ന് വിചാരിക്കാം. ഞാനിൽ ഒരുപാട് കൊണ്ട് ക്യാമറ എടുത്തിട്ട് നോക്കി എന്റെ ഓരോ എക്സ്പ്രഷൻസ് നോക്കിയാ ഓരോ മൂട്ടി ഇങ്ങനെ അങ്ങോട്ടും. ആക്ച്വലി ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ പോലും ഞാൻ ഒന്ന് അണിയിച്ചിട്ട് ഫസ്റ്റ് നോക്കിയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്.
ബട്ട് അത് ബ്രേക്ക് ചെയ്യാന്നുള്ള മൈൻഡിലാണ് ഞാൻ അങ്ങോട്ട് പോവാൻ. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് നിറയെ ചുരുളമുടി അങ്ങനെയും വരാൻ നിൽക്കൂല. നമുക്ക് ഈ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം വെച്ചാൽ ഇല്യൂഷൻ. അത് നമുക്ക് അടിച്ചമർത്തി ഏൽപ്പിക്കുന്നത് ഈ പറയുന്ന ഈ ഹൈ സ്റ്റാൻഡേർഡ്സിൽ വെച്ചിട്ടുള്ള ഈ ടൈപ്പ് ഇൻഫ്ലുവൻസിങ് ആണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലും ഓരോ ഇപ്പം ഷാർപ്പ് ജോലയമാണ്, ഓക്കെ, ഫേഷ്യൽ ഹെയർ എത്രയാണ്, അത് ഓരോ എന്താ പറയാ, ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം ഇപ്പത്തെ നമ്മളെ കേരളത്തിലുള്ള കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവർക്ക് BTS ആ ഒരു ഇതിലേക്ക് പോകുന്ന സംഭവം ഉണ്ടല്ലോ, മീൻസ് K-pop ഐഡൽസ്, പിന്നെ K-drama ഐഡൽസ്, ഇവരെല്ലാം ഇതാക്കണം. അപ്പൊ അവർക്ക് ഫേഷ്യൽ ഹെയർ വലിയ താല്പര്യമില്ല. ഇത്ര സ്കിൻ ടോൺ ഇത്ര വേണം, ഓക്കെ, ഹെയർ ഈ ഒരു ഇതിൽ വേണം. ആ ഒരു വുൾഫ് കട്ട് ഹെയർ സ്റ്റൈലിലും ഇല്ലേ, അതിലും ആ ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഡ്രസ്സിംഗ് സെൻസും അറിയില്ല. ഇപ്പൊ എല്ലാരും ബാഗി, പിന്നെ സ്ട്രെയിറ്റ് കട്ട് പാൻസ്, പിന്നെ ലൂസ്. ഞാനിട്ടത് ആ ഒരു ടൈപ്പ് ഫിറ്റാണ്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോ ഇതെല്ലാം ആൾക്കാർ കാണുന്ന ചില സ്റ്റാൻഡേർഡ്സ് ആർ മച്ച് ഹൈന. അപ്പൊ അത് സ്ട്രൈവ് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഇറങ്ങും. ഇപ്പൊ പണ്ടത്തെ കാലത്തൊന്നും ആൾക്കാർ ഇങ്ങനെ സ്കിൻ കെയർ ബില്ല് ചെയ്ത് കൊടുക്കാൻ ഇല്ല. ഇപ്പൊ ക്രീം, പിന്നെ ഇത് എല്ലാം മെൻസ് സ്കിൻ കെയർ ഇതിലേക്ക് നല്ല ഇതുണ്ട്, അഡ്വാൻസ്മെന്റ് ഉണ്ട്. അപ്പോ ആ ഒരു ഇതിലേക്ക് ആൾക്കാർ മെല്ലെ മെല്ലെ മാറി വരും. പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് തലയിൽ മുടിയില്ലെങ്കിലും ഒന്നും വലിയ പ്രശ്നമൊന്നും. ഇപ്പൊ ജെയ്സൺ സ്റ്റാത്തം, ഓക്കെ, he doesn't have hair but he still looks very good. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ആൾക്കാർക്ക് തലയിൽ മുടി എന്ന് പറയുന്നത് സിംഹത്തിന് മറ്റേ ഇതുള്ളതല്ലേ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കോൺഫിഡൻസ് പോയി. അപ്പൊ തലയിൽ മുടി, ഞാൻ പിന്നെ ഈ മുടി ഇങ്ങനെ നീട്ടി വെക്കുന്നത് കുറച്ചേരം നമ്മളെ ഉള്ളിൽ കാണിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ബോഡി ചെയ്യാതെ ഫുള്ള് സ്കെലിറ്റ് ആയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഒന്നും കൺട്രോൾ ചെയ്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എത്ര ആൾക്കാരുണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ. ഇതിന് നല്ല എമൗണ്ട് ഇവര് മാറ്റി വെച്ചിട്ട് ഇവര് തുർക്കി പോക്ക് ആരുടെ സംഭവം ചെയ്തെടുത്ത് അതിലും ഇപ്പോ അതാണ്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാര് ദേ നോട്ട് ദംസെൽവ്സ്. അതൊരു പോയിന്റ് ഉണ്ട്. ലൈക്ക് ഓക്കെ, സ്വന്തം നല്ലത് നോക്കുന്നത്, നല്ലത് ഡ്രസ് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെയാണ്. പക്ഷെ എല്ലാവരെയും പോലെ ആകണം എന്നുള്ള മൈൻഡ് സെറ്റാണ് ഇപ്പോഴത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ. എന്നുവെച്ചാൽ നമ്മളെ വയസ്സുള്ള ഇപ്പൊ പിള്ളേരെ നോക്കിക്കഴിഞ്ഞാല്, പുറത്തിറങ്ങി കഴിഞ്ഞാല് എല്ലാരും റോഡ് അടിച്ചു വരുന്നുണ്ടാവും അവരെ ബാഗി പാൻസ് കൊണ്ട്. പിന്നെ മാത്രമല്ല ക്രോപ്ഡ് ഷർട്ടും അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സിങ് സ്റ്റൈലും, പിന്നെ മുള്ളറ്റ് ഹെയർ സ്റ്റൈലും. എവ്രി വൺ ഇസ് ലൈക്ക് കോപ്പി പേസ്റ്റ്. ഒന്നൊരു അവർക്കായിട്ട് ജെന്യുവൻ ആയിട്ട് ദിസ് ഇസ് വാട്ട് ഐ ആം എന്നുള്ളൊരു ഐഡന്റിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ പോയി. നമ്മള് കോളേജ് ക്ലാസ് റൂമിൽ പോയാൽ തന്നെ എനിക്കെല്ലാം കാണാനോ, എവ്രി വൺ ഇസ് ഹാവിംഗ് എ സെയിം ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. നോ വൺ ഇസ് സ്ട്രൈവിംഗ് ടു ബി ലൈക്ക് ദംസെൽഫ്. ആ ഒരു എനിക്കൊന്ന് ഇൻസെക്യൂരിറ്റി മെയിൻലി ഓവർകം ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, ഫൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾ ആരാ, നീ ആരാ, നിന്റെ എബിലിറ്റീസ് എന്താന്ന് അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ടേക്ക് ടൈം ടു സ്റ്റഡി അബൌട്ട് യുവർ സെൽഫ്. ലൈക്ക് സ്വന്തം വർത്താനം പറഞ്ഞിട്ടെങ്കിലും സ്വന്തം കണ്ടുപിടിക്കാം. ആൾക്കാർ പറയും നീ ഒന്ന് സ്വന്തം വർത്താനം പറ്റും, നീ പൊട്ടങ്ങളി കളിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇഫ് യു ഡോണ്ട് നോ യുവർ സെൽഫ്, നിനക്ക് തന്നെ നിന്നെ അറിയില്ലെങ്കിൽ പിന്നെ ആർക്കും നിന്നെ അറിയാന്നുള്ള ഒരു ആക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻസെക്യൂരിറ്റീസിന്റെ മെയിൻ കോൺസെപ്റ്റ് ലൈക്ക് ഫസ്റ്റ് ഫൈൻഡ് യുവർ സെൽഫ് ടു ഓവർകം ദ ഫിയേഴ്സ് ദാറ്റ് യു ആർ ഇൻസ്റ്റില്ലിംഗ് ഇൻ യുവർ സെൽഫ്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, മറ്റേ ഈ മുള്ളറ്റ് ഹെയർ സ്റ്റൈല് നമ്മൾ IT പഠിക്കുന്ന സമയത്ത് അതിന് IT കട്ട് എന്നുള്ളൊരു പേരുണ്ട് ആ ഹെയർ സ്റ്റൈൽ. ഇപ്പൊ അങ്ങനത്തെ ഭയങ്കര ക്രിഞ്ചാ. പക്ഷേ എവിടെ നിന്ന് നോക്കിയാലും தெரியும் IT സ്റ്റുഡൻസ് ഇതാണ്. അല്ല, അവിടെ എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈലിനെ കൊണ്ട് താല്പര്യം കുറവൊന്നുമില്ല. അത് 80s ഫാഷനാ. അപ്പൊ ഈ ഇടയിൽ ഞാനെനിക്ക് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. മുക്താറിനെ ഇന്ന് കിട്ടി. ഇതെന്താ IT കട്ടാ, IT ഇറങ്ങുമ്പോ നീ ഇറങ്ങാനായിട്ട് അത് മുറിക്കാൻ. അപ്പൊ ചെറുപ്പം ഉപ്പാനെയൊന്നും കിട്ടി ഇതെന്താ കോലെന്ന് വെച്ചിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ അവരവരെ കോസ്റ്റ്യൂംസ് അവരവരെ ഇഷ്ടമാണ്, പ്രിഫറൻസ് ആണ്, എങ്ങനെ കട്ട് ചെയ്തോ എങ്ങനെ ഇതാക്കിയോ. പക്ഷെ അത് കൺട്രോൾ ചെയ്യാണ്ടിരുന്നാ മതി. നമ്മൾ ആ ഒരു ഇതിലേക്ക് തന്നെ ഇങ്ങനെ പോകുമ്പോ സംഭവം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ബേൺ ഔട്ടാണ്. നമ്മള് ഇപ്പൊ മെയിൻലി വർക്കിങ്ങിന്റെ കൾച്ചറിലെല്ലാം, ഇവിടെ മെയിൻലി ഇന്ത്യൻ കൾച്ചറിൽ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര വല്ല ഇതാണ്. ദേ പ്രിഫർ വർക്ക് മോർ ദാൻ ദർ പേഴ്സണൽ ലൈഫ്.
അപ്പം people usually burn out a lot. Even from myself speaking, I think Raza also, നീ ആയാലും നമ്മള് നന്ന ബേൺ ഔട്ട് ജസ്റ്റ് ത്രൂ വർക്കിംഗ് അലോട്ട്. സോ അതിന് നല്ലുള്ള കോൺസെപ്റ്റ് എന്താ വെച്ചാല്, ഇസ് ഇറ്റ് ഓക്കെ ബേൺ ഔട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈക് ഷുഡ് വി സ്ട്രക്ചർ അവർ ഡേ? ലൈക് മേ ബി സ്ട്രക്ചറിന് നല്ല ടൈം ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ക്യാരി ഓൺ വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ബേൺ ഔട്ട് ടാക്കിൾ ചെയ്യാൻ വേറെ സൊല്യൂഷൻസ് ഉണ്ടോ? ഓണസ്റ്റ്ലി ഈ 996 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, 9 AM to 9 PM 6 days a week, അത് ഇറ്റ്സ് എ വെരി പോപ്പുലർ കൾച്ചർ ഇൻ ചൈന. ഇപ്പൊ ഹുവാവി പിന്നെ ഇതുപോലത്തെ കമ്പനീസ് എല്ലാം അവരെ എംപ്ലോയീസിനെ അവർ ഇതിലാണ് ട്രീറ്റ് ചെയ്യുക. നല്ല രീതിയിൽ എന്ത് ചെയ്യും, ആൾക്കാരെ ട്രെയിൻ ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇൻ ദ ഷോർട്ട് റൺ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ലോങ് റണ്ണിലേക്ക് ആളെത്തൂല, ആൾ മയ്യതേക്കും അവരിതാണ്. അപ്പോ അതുകൊണ്ടാണ് ഇവരിൽ നല്ല രീതിയിൽ ഇങ്ങനെ വളരുന്നത്. ഒരു ഫാക്ടാണ്. ഇപ്പം 2014 ചൈനയിൽ ഉണ്ടായത് 8 മെട്രോ ലൈൻ ആണെങ്കിൽ 2025 ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് റഫ്ലി 10 years അപ്പാർട്ട് ഇതിന്റെ നേരെ 3 ഇരട്ടിയായി. 23 മെട്രോ ലൈൻ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലെല്ലാം പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ എഫിഷ്യൻസി ഇങ്ങനെ കൂട്ടുന്നതിലും ഈ ഒരു എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ ഇവര് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഇതില് നിന്ന് കഴിഞ്ഞാല് നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, അതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമ്മള് ഐസൊലേഷനിൽ ജീവിക്കേണ്ട ഒരു ഇതല്ല. നമ്മള് ഈ എന്താ പറയാ നമ്മളെ ബോളിലിട്ട മീനെ പോലെ അല്ല നമ്മൾ. നമുക്ക് ആൾക്കാരില്ലെങ്കിൽ ഒപ്പരം ആ ഒരു സോഷ്യൽ ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ നമ്മളെ ഏത് രീതിയിലുള്ള ഏത് ആസ്പെക്റ്റിലുള്ള നമ്മളെ ആ ഒരു എന്താ പറയാ നമ്മൾ പുറത്തേക്ക് വരും, നമ്മൾ ഊർജ്ജം ഉണ്ടല്ലോ, നമ്മളെ എനർജി എല്ലിനും ഡ്രെയിൻ ചെയ്യും. മൊത്തത്തിൽ നമ്മൾ ഇല്ലാണ്ടാക്കും. മനുഷ്യൻ ഇല്ലാണ്ടാക്കും. The reason why we sit on top of the food chain is because we act together. നമ്മൾ ഏതൊരു എന്താ പറയാ ഓബ്സ്റ്റക്കിൾ ആയാലും ഒരു മുന്നിൽ തടസ്സമായാലും നമ്മൾ നേരിടുന്നത് ഒപ്പരം കളക്റ്റീവ്ലി ഇരുന്ന് റീസോഴ്സും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. ആ ഒപ്പരം ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു ടുഗദർനെസ്, ആ ഒരു യൂണിറ്റി, അതാണ് നമ്മളെ എന്താ പറയാ നമ്മളെ മെയിൻ നമ്മളെ സംഭവമാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരില്ല, മനുഷ്യന്മാര് ഏടി ഉണ്ടാവൂല, നിലനിൽക്കൂല. ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ റേസ് ഇൻ ഇറ്റ് സെൽഫ് അത് മൊത്തത്തിൽ ബിക്കം എക്സ്റ്റിങ്ക്ട്. അപ്പോ എന്താ പറയാ ഈ 9 to 5 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലേ, 9 to 5 5 days a week, അതാണ് ഏറ്റവും പ്രിഫേർഡ് ഇത്. 9 to 5 എന്നല്ല, അവർ 8 hours a day അത്രയും വർക്ക് ചെയ്യണ്ടേ. ഇപ്പം ഇവര് ഇലോൺ മസ്കിന്റെ പിന്നെ സ്റ്റീവ് ജോബ്സിന്റെ കേസിന്റെ ഒരു 18 hours a day ഇവര് ഫുൾ ടൈം ഫോക്കസ്ഡ് ആണെന്നെല്ലാം പറയുന്നില്ല. ബാക്കി 6 hours ഇവര് ഓർക്കും, 18 hours a day ഇവരെന്താണ്, they're always working, they're always thinking of what to do, the next plan, the next step. ആയാലും ഭയങ്കര എന്താ പറയാ നമുക്ക് ബാക്കിയൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഫോർ യു ടു എക്സ്പീരിയൻസ്. ബട്ട് isn't that life? Like ഒരു വർക്കിലേക്ക് കൊണ്ടുപോയി യുവർ ബിൽഡിംഗ് എൻ എംപയർ ഓഫ് യുവർ ഓൺ ഐഡിയ, ഒരു വലിയ എംപയർ ഉണ്ടാക്കുന്ന. ഈവൻ ലൈക്ക് സ്റ്റീവ് ജോബ്സ്, ഇലോൺ മസ്ക്, അവരുണ്ടാക്കിയ എംപയർ പോലെ നോ വൺ ഹാസ് മെയ്ഡ് ഇൻ ദ ഹിസ്റ്ററി. ലൈക്ക് ടെസ്ല ആയാലും ഇതായാലും. അപ്പം ലൈക്ക് മേ ബി ഫോർ ഫൗണ്ടേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് ഓണേഴ്സിനും ഫൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവർക്ക് എങ്ങനെയും ഈ ഒരു 996 അല്ലാണ്ട് ഇവർക്ക് നടക്കൂല. അവരെ കേസിൽ ഇപ്പൊ എന്റെ കേസിൽ അതിനെ ഉറക്കുകയും പിന്നെ ബാക്കിയുള്ള എല്ലാ സംഭവത്തിനും ബാധിക്കണം. ഇപ്പൊ ഞാൻ എല്ലാ മാസവും 1200 ജിമ്മിൽ കൊടുക്കുന്നതാണെങ്കിലും ഞാൻ ഓരോ ദിവസം ഇടവിട്ടിട്ട് ഞാൻ പോകും. പിന്നെ ആ ഓരോ ദിവസം ഇടവിട്ടിട്ട് ഓൾറെഡി ഡേയ്സിനും ഞാൻ സമയം കണ്ടെത്തിയിട്ടാണ് ജിമ്മിന് വേണ്ടിട്ട് ഇതാ. കാരണം ഞാൻ അവിടെ 1200 കൊടുത്തുപോയി. ദിസ് ബ്രിങ്സ് us back to the first സംഭവം. എന്തെന്ന് നമ്മൾ തുടങ്ങ് 1200 അവിടെ കൊടുത്തില്ലേ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഇങ്ങനെ ഇടവിട്ടിട്ടാണെങ്കിലും ജിമ്മിൽ പോകുന്നത്. അപ്പം you show up, okay, somehow anyhow you have to show up. അപ്പോൾ ഈ ലിമിറ്റേഴ്സ് എല്ലാം നമ്മൾ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയി പോകും ഫ്രം സൊസൈറ്റി, ഫ്രം എവറിത്തിങ് എൽസ്. രണ്ടും വേണം. ആ ഒരു ബാലൻസ് നമ്മൾ ഏർഡിങ്ങിലായിട്ട് നമ്മൾ കണ്ടെത്തണം. എല്ലാവർക്കും ആ ഒരു കംഫർട്ട് സോൺ. ഇപ്പൊ 9 to 5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമ്മളെ ഇപ്പം ഓഫീസിൽ 10 to 6 ആണ്, ഇത് 8 hours a day എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. അപ്പോൾ 9 to 5 എന്ന് പറയുമ്പോൾ 9 to 5 ആയിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. നമുക്ക് എവിടെയാവുന്ന കംഫർട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സാധനം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ഇപ്പം 10 to 6 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കടന്നുറങ്ങാം, മെല്ലനെ കീയ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കുന്ന കത്തലെല്ലാം കഴിച്ചിട്ട്
ആ ഒരു ഇതിൽ തിരക്കൊന്നുമില്ലാത്ത ഈ 9 എന്ന് പറയുമ്പോൾ 9 o'clock in the morning ഭയങ്കര റഷ് ആവുള്ള സമയം. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. 10 മണിയാകുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയി. പിന്നെ അതേപോലെ തന്നെ 6 മണി ഈവനിങ് കുറച്ചും കൂടി ഫ്രീ ആയി. എസ്പെഷ്യലി നമ്മളെ ഓഫീസ് ഇവിടെ സൗത്ത് ബസാറിലായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് 5 മണിക്ക് സ്കൂൾ വിടുന്ന സമയം. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മൾ ഏർഡിങ്ങിലായിട്ട് നമുക്ക് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് സമയം കണ്ടെത്താം. വേണം, നിർബന്ധം. നമ്മളെ കാര്യങ്ങളൊക്കെ ലൈക്ക് ബേൺ ഔട്ട് ആവുന്നില്ലയോ എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് പറയുമ്പോൾ ഇപ്പൊ ജിമ്മിലും ഇപ്പൊ റസ്ഗാക്ക് പറഞ്ഞ പോലെ തന്നെ ജിമ്മിന്റെ കാര്യത്തിൽ എനിക്ക് കൺസിസ്റ്റൻസി വെക്കാൻ ഭയങ്കര പണിയാണ്, ഡിസിപ്ലിൻ വെക്കാൻ ഭയങ്കര പണിയാണ്. എന്നുവെച്ചാൽ ഇഫ് ടുഡേ ഐ വിൽ കണ്ണൂർ, നെക്സ്റ്റ് ഡേ ഐ വിൽ ബി കോഴിക്കോട് ഓർ കൊച്ചി. എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പൊ അധികം വീട്ടിലുണ്ടാവില്ല, ജിമ്മിൽ മര്യാദക്ക് പോകാൻ കഴിയില്ല, ഡയറ്റ്സ് എപ്പോഴും ഇതാണ്. ഓണസ്റ്റ്ലി സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിനു ശേഷമാണ് ഐ ഗെയിൻഡ് എ ലോട്ട് ഓഫ് വെയിറ്റ്. In 12th standard, I was only 70 kgs. Now I'm 30 plus kgs from 70. അത്രക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഐ കാൺട്ട് ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്. എന്നുവെച്ചാൽ ഓൾ ദ ടൈം ട്രാവലിംഗ് അവൻ്റെ ഡയറ്റ്സ് എപ്പോഴും ഷിറ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ യുനോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ ടൈം മാനേജ്മെന്റ് ഉണ്ട്, പക്ഷെ അതെ ഉള്ള വർക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാന്നുള്ള ഒരു സ്ട്രഗിൾ ആക്ച്വലി ട്രൂ ആണ്. എന്നുവെച്ചാൽ രാത്രി മോസ്റ്റ്ലി 1:30 ആവും ഉറങ്ങാൻ, പണിയൊന്നും കഴിഞ്ഞിട്ട്. പിന്നെ അതിന് അടുത്ത രാവിലെ 6 o'clock എണീക്കേണ്ടത്. പിന്നെ കോളേജ് ഉണ്ടാവും, കോളേജിൽ പോകാൻ കഴിയില്ല അധികം. സിനാറിന് അറിയാം, ഞാൻ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല കുഴപ്പം. അധികം ഇതിന്റെ ബാക്കിൽ തന്നെ ഓടലാണ്. ഈ ഒരു കാര്യത്തില് സോഷ്യൽ ലൈഫ് ഇസ് ദയർ, പക്ഷെ എനിക്കൊന്ന് ഫൗണ്ടേഴ്സിനും ബിസിനസ് ഓണേഴ്സിനും സോഷ്യൽ ലൈഫ് പിന്നെ പേഴ്സണൽ ലൈഫ് എന്നുള്ള കാര്യത്തില് യു ഹാവ് ടു കീപ് ഇറ്റ് അസൈഡ് ഇഫ് യു ആർ ട്രൈങ് ടു ബിക്കം എ ബില്യണർ ഓർ എ മില്യണർ. ഞാൻ അവിടെ എത്തിയിട്ടില്ല, അവരിലെല്ലാം എത്തിയിട്ടില്ല, ഇൻഷാല്ലാ എത്തും. ബട്ട് സ്പീക്കിംഗ് ഓഫ് ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ, എന്തായാലും ലൈക്ക് റിലേഷൻഷിപ്സ്, കമ്പാനിയൻഷിപ്പ്, ടൂറ് ഇന്ന് പോകാൻ സമയം ഉണ്ടാവില്ല. എവറി ടൈം യു ഹാവ് ടു ബി കമ്മിറ്റഡ് ടു സംതിങ് ആൻഡ് യു ആർ കമ്മിറ്റഡ് ടു ദാറ്റ് ഫോർ ലൈഫ്. എന്നിപ്പോ സ്റ്റീവ് ജോബ്സിന്റെ ഇലോൺ മസ്കിന്റെ കേസില് they are doing that itself and they are building some sacrifices are necessary. So ചില സംഭവം നമ്മൾ ഇതാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയെത്തില്ല. ഇപ്പൊ ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാനുള്ള ഒരു ട്രിപ്പ് നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പോൾ ഇന്ന് പോയും ചെയ്യില്ല. അപ്പൊ അതിൽ തന്നെയാ നമ്മൾ റിയലൈസ് ചെയ്താൽ മതി. അതായത് ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഗെയിം. എന്തായാലും സംഭവിക്കും. നമ്മൾ എത്ര ഈസി ആക്കാൻ നോക്കിയാലും സ്ട്രക്ചർ ഉണ്ടാക്കിയാലും അഫ്കോഴ്സ് ടൈം നമ്മൾ മാത്രമല്ല കൺട്രോൾ ചെയ്ത് എന്തായാലും ബേൺ ഔട്ട് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ എലോൺ മസ്കിന്റെ കാര്യം എടുത്ത് നോക്കിയാലും എലോൺ മസ്ക് അല്ലാത്ത ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാലും അവര് ആർ ദേ ഹാപ്പി ഓർ ആർ ദേ സാറ്റിസ്ഫൈഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോ എന്റെ ലൈഫ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ രാവിലെ ക്ലാസ് പോകുന്നു, ക്ലാസ് കഴിഞ്ഞ് 3:30 വിട്ടതിന് ശേഷം 4:00 ജിമ്മിൽ പോകുന്നു, ജിമ്മ് കഴിഞ്ഞാൽ ആട് വീട്ടിൽ പോയി കുളിച്ച് മാറ്റി നേരെ വർക്കിന് വന്നു, വർക്ക് കഴിഞ്ഞിട്ട് ഒരു 1 മണി 2 മണിയാവും സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി. സ്ലീപ്പ് ചെയ്ത് രാവിലെ ആദ്യം എണീച്ച് 9 മണിക്ക് പോകുന്നു. ബട്ട് ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഞാൻ ഡയറ്റും കൂടി കീപ്പ് ചെയ്യണം. സോ ഐ എം കംപ്ലീറ്റ്ലി ബേൺ ഔട്ട്. അപ്പോ സ്ട്രക്ചർ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ എം ബേൺ ഔട്ട്. അപ്പോ അതിന്റെ ഒപ്പമുള്ള ഒരു അടിക്ക് ഇത്രയും ടൈം അതിന്റെ ഇടയ്ക്ക് നീ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തു, കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ അതിനും കൂടി ടൈം വേണ്ടേ? ലൈക്ക് നിനക്ക് ആവുന്നുണ്ടോ, തടി നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ് റൈറ്റ് നൗ. സോ എനിക്കറിയാം ഭാവിയിൽ കുറച്ചും കൂടി നല്ല ടൈം വരും. സോ ഫോർ ദാറ്റ് ഐ ഹാവ് ടു ഗ്രൈൻഡ് നൗ. സോ ഐ എം സാറ്റിസ്ഫൈഡ്. നമ്മൾ ആ ഒരു സാധനം നോക്കിയാൽ മതി. ബട്ട് ഇതിനെല്ലാം സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട സാധനം സാക്രിഫൈസ് ചെയ്ത്, ഇപ്പൊ എലോൺ മസ്ക് 4 മണിക്കൂർ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങിയിട്ട് ഉറങ്ങാണ്ട് കാര്യമില്ല. കാരണം സ്ലീപ്പ് മസ്റ്റാ. സ്ലീപ്പാണ് നമ്മളുടെ ബാക്കിയുള്ള ലൈക്ക് 18 hours മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ 10 മണിന്റെ 6 മണിന്റെ ഇടയിലുള്ള ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ. നമ്മൾ എങ്ങനെങ്കിലും ഒരു 8 മണിക്കൂർ ആ ഒരു ക്യാപിറ്റലിൽ സ്ക്വീസ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമ്മൾ നൊക്ടേണൽ ആനിമൽസ് അല്ല. നമ്മൾ രാത്രി ഇതാക്കുന്നില്ല, ടൈമാണ്. നമ്മള് മോർണിംഗ് ടൈമാണ് നമ്മളെ പീക്ക് ടൈം, നമ്മളെ ഒരു ഫംഗ്ഷൻ സംഭവം. നമുക്ക് വിറ്റമിൻ ഡി ഭയങ്കര അത്യാവശ്യം. ഓക്കെ, ഈ പറയുന്ന ഈ എന്താ പറയാ ഹെയർ ലോസ് സംഭവമുള്ള ആൾക്കാർക്കല്ലോ വിറ്റമിൻ ഡി ഇസ് എൻ എസെൻഷ്യൽ എന്താ പറയാ കോമ്പണന്റ്. അപ്പൊ മോർണിംഗ് ടൈമില് അത് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ രാത്രി അവരെ ഉറക്കം മസ്റ്റാ. അതുപോലെ ഉറക്കവും നമ്മൾ നോക്കണം. പിന്നെ നമ്മളുടെ കൂടെയുള്ളവരുടെ ലൈഫ് കൂടി നമ്മൾ നോക്കണം. അവർക്ക് കുറച്ച് നമ്മൾ ടൈം കൊടുക്കാൻ, പിന്നെ നമ്മളെ സെൽഫ് ടൈം. ഈ 3 കാര്യം കൊണ്ടുപോകണം. നമ്മൾ എത്ര ബേൺ ഔട്ട് ആണെങ്കിൽ അത് മാത്രം സാക്രിഫൈസ് ചെയ്യാണ്ടെന്നാണ്.
then you're okay. പിന്നെ ഈ ബേൺ ഔട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എനിക്ക് ഗേൾ ഫ്രണ്ട് വേണം, എനിക്ക് റിലേഷൻഷിപ്പ് വേണം, അല്ലാണ്ട് എനിക്ക് സോഷ്യൽ ലൈഫ് എല്ലാം എൻ്റെ സെൽഫ് എനിക്ക് സേഫാക്കി വെക്കാൻ കഴിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സ്പീക്കിംഗ് പറയുമ്പോൾ ആക്ച്വലി പൊട്ടത്തരാണ്. ഒരു വോൾണറബിൾ മൈൻഡ് സെറ്റ് വെച്ചിട്ട് വൈ ആർ യു ടേക്കിംഗ് യുവർ ലൈഫ് ഓൺ വോൾണറബിൾ മൈൻഡ് സെറ്റ്, ലൈക്ക് വൈ ആർ യു കീപ്പിംഗ് എ ലെവൽ ഓഫ് മൈൻഡ് സെറ്റ് ദാറ്റ് യു നീഡ് someone in your life to sustain yourself. What's your opinion on that? ശരിക്കും അത് നമുക്ക് ഉണ്ടാവും. ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്, നമ്മൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ കൂടെ ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ബട്ട് അതിന് നമ്മൾ ഒരു ഗേൾ ഫ്രണ്ട് വേണോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണോ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നീ പറഞ്ഞ പോലെ കൊട്ടത്തരാന്നേ ഉള്ളൂ. ലൈക്ക് വാട്ട് വി നീഡ് ഈസ് ഇൻ അവർ ഇൻസൈഡ് ഇറ്റ്സെൽഫ്. ഒരാളെ തന്നെ വേണമെന്നില്ല. ഇപ്പം മനുഷ്യന്മാർക്ക് ഏതൊരു എന്താ പറയാ ഹാർഡ്ഷിപ്പ് അവര് ഇതിലൂടെ പോകുന്നതാണെങ്കിലും ഇവർക്ക് 8 മിനിറ്റ് ഏതെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതി. 8 minutes, that's all you need. Okay, for you to എന്താ പറയാ റാൻഡ് ആൻഡ് കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റീം മൊത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് അത് ആരും നമുക്ക് കിട്ടും. ഈവൻ ഇഫ് യുവർ പേരൻസ്, ഓക്കെ, ലൈക്ക് മോം ഡാഡ് സംഭവം ഇങ്ങനെ പറയാം. അല്ല, അത് ആൾക്കാരെ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അത്രയും വേണ്ട നമുക്ക്, വേറൊന്നും വേണ്ട. പിന്നെ നമ്മളിപ്പോ ഈ അടുത്ത പേർലിമാനിന്റെ ഇതില് എന്താണ് ഇന്റർവ്യൂ ഒരു പോഡ്കാസ്റ്റ് ആയില്ലേ, അതിന്റെ അകത്ത് നമ്മളെ ഷെയ്ൻലിംഗത്തിനെ കൊണ്ടുവന്നപ്പോ ഷെയ്ൻലിംഗം പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ എന്റെ ഉള്ളിലുള്ള ആ ഒരു ഒറ്റപ്പെടലിനെ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതും ടു സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് വേണ്ട. ബിക്കോസ് ഒരു പോയിന്റ് ഉണ്ട്, നമുക്കിപ്പം എന്ത് സ്ട്രെസ് ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഫേസ് ഉണ്ടല്ലോ, ആടെ യു ഹാവ് ടു ഓൺ യുവർ സെൽഫ്. ഒരു കുറച്ചൊരു അലോൺ ടൈം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ടാണ് ഈ 8 minutes സംഭവം വരാം. അതില്ലെങ്കിൽ ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ യു ആർ ഫ്രീ ഫ്രം ദാറ്റ്. ആ ഒരു ഫേസ് കഴിഞ്ഞു, യു സെറ്റ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് റോക്ക്, നെക്സ്റ്റ് വെഞ്ചർ, whatever it is, throw it at me, hit me. ആ ഒരു ഇത് ആക്ച്വലി അങ്ങനെ ഉണ്ടോ? അതായത് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണോ അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ണർ ഓഫ് കോഴ്സ് അത്യാവശ്യമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ട് എന്തായാലും വേണം, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള. ബെസ്റ്റ് ഫ്രണ്ട് തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മളെ സർക്കിൾ ആരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന എന്നുള്ളൊരു ഇത് മാത്രം മതി. ഇപ്പോ എനിക്ക് ഒരു ഒറ്റ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ല. എനിക്ക് ചങ്ങാമാറിയുള്ളൂ. എന്റെ സർക്കിൾ ഭയങ്കര ക്ലോസ് ആണ്. ഭയങ്കര ചുരുക്കം ആൾക്കാർ മാത്രമേ എന്റെ ലൈഫിലുള്ളൂ. ഞാൻ അങ്ങനെ കാര്യമാക്കുന്നതും അതിന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അതെന്തിട്ടാന്ന് വെച്ചാല് അവര് ആ ഒരു ഇതില് കാര്യങ്ങൾ എടുക്കും. ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത് സൊല്യൂഷൻ, ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പോകുന്നത് എന്താ പറയാ ആ ഒരു കമ്പോസർ ഇടാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ ഓർക്ക് സമാധാനിപ്പിക്കാൻ അറിയാം. ചില ആൾക്കാരുടെ നമുക്ക് എന്തെല്ലാം വേണ്ടി, എനിക്ക് ആ ഒരു റെസ്പോൺസ് എല്ലാം വേണ്ട. എനിക്ക് ഓരോ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ എനിക്ക് ആ ഒരു ഇത് കിട്ടി. അപ്പോ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. ചില ആൾക്കാര് നമ്മളെ ആ ഒരു ലൈഫിലുണ്ട്, എന്റെ സർക്കിളിലുണ്ട്. I'm satisfied with that. That's all that I need. നമുക്ക് ഇനിയിപ്പം വേറൊരു ആളെ തന്നെ ഒരു സിംഗിൾ പർട്ടിക്കുലർ എന്താ പറയാ ഒരു സ്പെസിഫിക് പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിനെ തന്നെ വേണം ടു ഷെയർ ഓൾ ഓഫ് മൈ. നടക്കൂല. ഇപ്പൊ ഈവൻ ഇഫ് യു ആർ എന്താ പറയാ in a stable relationship with a person, with your significant other, okay, സിനാന്റെ എല്ലാ കാര്യങ്ങളും സിനാന്റെ സിഗ്നിഫിക്കന്റ് അതറിന്റെ അടുത്ത് സിനാൻ ഷെയർ ചെയ്യാൻ പറ്റൂല. എല്ലാ വിഷമങ്ങളും പറയൂല. അവരുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. പറയാൻ പറ്റാത്ത കാര്യങ്ങള് വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരടുത്ത് ഷെയർ ചെയ്യും. അങ്ങനെയാണ്. നമ്മുടെ A to Z ഒരാൾ അറിയണമെന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ പേരൻസിന് അറിയില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടുകാർക്കോ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ ചില ഫ്രണ്ട്സിനൊന്നും അറിയണ്ടാവല്ലോ. പിന്നെ നമ്മളെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളൊരു ധാരണയുള്ള ചങ്ങാന്മാർക്കും നമ്മളതെല്ലാം അറിയില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളിപ്പോ ക്ലാസ്സിലെല്ലാം നോക്കി കഴിഞ്ഞാല് ഈ എന്തെങ്കിലും ഒരാൾ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഗേൾസിന്റെ ഇടയിലുണ്ട്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നമുക്ക് എന്തായാലും റിലേഷൻഷിപ്പ് വേണം പ്രവർത്തിക്കാനും. പിന്നെ അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ കല്യാണത്തോട് ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉണ്ടാവും. എനിക്ക് അറിയുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ ക്രൈസ്റ്റിലാണ് അടിയാണ്. ഓൻ പറയുന്നുണ്ട്, എടാ അത് എനിക്ക് 21 വയസ്സിൽ കെട്ടണം, എന്നാലേ ലൈഫ് സെറ്റ് ആവും. പിന്നെ ഞാൻ നോക്കിയില്ല, ഞാൻ പറയും നീ പൈസ ആക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല, എന്നിട്ട് നീ തന്നെ നിന്റെ ലൈഫിൽ ഓളി കയറ്റിട്ട് വെറുതെ ഓളി ഇടങ്ങാറാക്കിയാണ് നീ
നിന്റെ ലൈഫിൽ ഒരു എക്സ്ട്രാ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ടെന്നാണ് ആ ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഒപ്പീനിയൻ? ഇപ്പോ ഒന്നാമത് മാരേജ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ ഇവര് സംഭവം ഹൈപ്പെല്ലാം കയറ്റിയിട്ട് ഒരു ഇതിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ പെണ്ണ് കെട്ടണ്ട. പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ ബേൺ ഔട്ട് ഉണ്ടാവും. അത് മെന്റലും ഫിസിക്കലും മാത്രമല്ല, ഫൈനാൻഷ്യൽ ബേൺ ഔട്ട് ഉണ്ടാവും. നമ്മൾ മൊത്തത്തിൽ പോക്കറ്റ് കയറി അലാട്ടാവും. ഓക്കെ, ഇപ്പം ഒരു എൻഗേജ്മെന്റ് മിനിമം ഒരു ഐഫോൺ 17 ബേസ് മോഡലെങ്കിലും വേണം. പ്രോമാക്സ് അല്ലെങ്കിൽ ബേസ് മോഡലെങ്കിലും വേണം. വിവോ, ഓപ്പോ, ബാക്കിയുള്ള ഈ നമ്മളെ ഈ ചൈനീസ് ബ്രാൻഡ്സിനൊന്നും പ്രസക്തി ഇല്ല. ഓക്കെ, ഡിമാൻഡ്സാ ഇതെല്ലാം ഡിമാൻഡ്സ് നല്ല ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇത് മിനിമം ബേസ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നിക്ക് വിന്റേജ് കാർ അല്ലെങ്കിൽ ഒരു ലക്ഷറി. ലക്ഷറി എന്ന് പറയുമ്പോൾ സാധാരണ BMW 3 Series ഒന്നും പോരാ, അതിലൊന്നും കാര്യമില്ല. കുറച്ചൊരു 2 steps ആയാലും ഒരു ബെഞ്ച്, ഒരു G-Wagon, ഒരു പോർഷ ഇസ് ഓൾവേസ് എന്തായാലും BMന്റെ ലെവലല്ല. ഏറ്റവും പൈസ പറഞ്ഞ പോർഷ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1 point something CR ഉണ്ട്. പോർഷ മക്കാൻ എന്ന് പറയുന്ന അവർക്ക് കുറച്ചും കൂടി ഇതാണല്ല. അപ്പൊ ഇതാണ് ഇവരെ ബേസ്. ഇവര് ഇപ്പൊ മന്ത്ലി ഒരു 15,000 രൂപയുടെ ശമ്പളത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ സംഭവം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീൽഡിൽ സ്കോപ്പ് ഇല്ല. ആണ് കാര്യം. അതാണ് സംഭവം, റിയാലിറ്റി ആണ്. പക്ഷെ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ഐ ഡോണ്ട് തിങ്ക് ഹിന്ദു കമ്മ്യൂണിറ്റി ഡസ് ദിസ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇറ്റ്സ് ലൈക്ക് 50-50. ഒബ്സർവേഷൻ ഉണ്ട്, ഐ എം നോട്ട് ഷുവർ, ബട്ട് ഒബ്സർവേഷൻ ഉണ്ട്. അത് അങ്ങനെ കമ്മ്യൂണിറ്റി എന്നൊരു ഇതില്ല. അത് എവിടെയാണെങ്കിലും മാരേജ് മാർക്കറ്റ് ഒരു മാർക്കറ്റായിട്ട് നമുക്ക് ഉണ്ടാവും. അതിൽ ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഡൗറി വാങ്ങുന്ന ഒരു ഇത് എന്ന് വെച്ചാൽ അതിപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ലല്ലോ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ചില ആൾക്കാര് സ്കോപ്പ് ഉണ്ടാവും. ആ ഒരു ചോദ്യം ഉണ്ടാവും, അതിലും ഉള്ളതാണ്. അപ്പോ ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. അവരിത്ര മാത്രം എടുത്താൽ മതി. ഇറ്റ്സ് നോട്ട് സെക്ലൂഡഡ് ടു വൺ, എന്താ പറയാ, വൺ കമ്മ്യൂണിറ്റി. അങ്ങനെയില്ല. ഈ പറഞ്ഞ പോലെ മാരേജിലേക്ക് പെട്ടെന്ന് ഇറങ്ങുന്ന ഇപ്പൊ കുറെ ആൾക്കാർ കോളേജിൽ പഠിച്ച് ഒരു റിലേഷൻഷിപ്പിലായ ഉടനെ അവർക്ക് ഉണ്ടായ ഡ്രീം ഉണ്ട്. +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ മാക്സിമം ബോയ്സും ഗൾഫിൽ ചാടുന്ന റിലേഷൻഷിപ്പിലുണ്ടാവും. ദുബായ് മാർക്കറ്റ് ബർത്ത്ഡേ ഹൈപ്പ്. ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് പേയും പെണ്ണുണ്ട. അങ്ങനത്തെ സംഭവം. ഇപ്പൊ ഇവര് മൊബൈൽ ടെക്നീഷ്യന്റെ ജോലിയിൽ പഠിച്ചിട്ട് ഗൾഫിൽ പോകുന്നുണ്ടാവും. പക്ഷെ ഗൾഫിലാണ്, ചെക്കൻ ഗൾഫിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കൊരു അധികം ആൾക്കാരും ഗൾഫിലേക്ക് ചാടുന്നത്. പക്ഷെ ആദ്യം നമ്മളൊന്നും ബിൽഡായിട്ട് മാത്രം ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഏറ്റവും നല്ലത് ഞാൻ പോലെ റിലേഷൻഷിപ്പിലേക്ക്. കാരണം അവർക്ക് ഈ കാര്യമായ ഡിസൈർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലല്ലോ നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ. കാരണം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഡിസയർ നേടി അടുത്ത ഡിസയർ വരുന്നതിന്റെ ആ ഗ്യാപ്പിലുള്ള ഒരു സാധനം മാത്രമാണ് ചിലർക്ക് ഹാപ്പിനെസ് വരിക. നമ്മൾ ആണുങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാസ്കുലിൻ ഏർജ് ഉണ്ട്. നമ്മൾ എത്ര സപ്രസ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ ഒരു ഇതിലേക്ക് നമ്മളതായ രീതിയിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് വേറൊരാളെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓർക്ക് നമുക്ക് ആൾക്കാർക്ക് സാധനം കൊടുക്കുന്നതില് നമുക്ക് അത്രക്കും എന്താ പറയാ ഒരു ഇതുണ്ടാവും. അത് ആണുങ്ങളുടെ കേസാണ്. നമ്മൾ ഇഫ് യു ഗിഫ്റ്റ് സമവൺ സംതിങ് അതിൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോ കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അത് ഇറ്റ്സ് എ മാസ്കുലിൻ ഏർജ്. അതൊരു ഇതാണ്. അപ്പോ നമ്മള് പല ആൾക്കാരും അതിൽ സപ്രസ് ചെയ്തിട്ട് അതിൽ സാക്രിഫൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഇതിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സിനാൻ പറഞ്ഞ പോലെ അത് ഉണ്ടാവുക. ആ ഒരു മൊത്തത്തിലുള്ള ഒരു സംതൃപ്തി ഇല്ല, അതാണ് നഷ്ടപ്പെടും. അത് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റൂല. പക്ഷെ ഇൻ മോസ്റ്റ് കേസസ് അങ്ങനെയാണ്. ഈ മുമ്പ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മള് അവരവരെ വീട്, അവരവരെ കുടില്, അവരവരെ സന്തോഷം എന്ന് പറയും. ബിക്കോസ് ഇപ്പൊ ഒരു കൂട്ടിലുള്ള ഒരു പക്ഷിനെ പോലെ അവരാ കൂട്ടിലുള്ള അവരാ കിളികളെ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അതാണ് ഹാപ്പിനെസ്. പുറത്തുനിന്ന് അവർ 1-2 പക്ഷികൾ മാത്രമേ പുറത്തുനിന്ന് പറക്കുന്ന കാണുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ കംപ്ലീറ്റ്ലി ലൈഫ് കാണാം. എങ്ങനെയാണ് ലൈഫ്, എങ്ങനെയാണ് ഫ്രീഡം, എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത് കാണാം. സോ നമുക്കും അത് നേടാനുള്ള ഡിസയർ കൂടി 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 വരും. സോ അങ്ങനെ ഹാപ്പിനെസ് പറയും. സോ ആ ഡിസയറിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്തുകൊണ്ട് പോകും. പിന്നെ അതിലെല്ലാം ഷോർട്ട് കട്ട്സിലും തേടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മറ്റേ പണ്ടത്തെ കാലത്തിലും ഒരു പ്രോപ്പർ ഫിസിക്കുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ചുരുക്കം. ഇപ്പം എല്ലായിടത്തും ലൈക്ക് ഇപ്പൊ ഒരു ക്ലാസ് റൂം എടുത്തതിനകത്ത് തന്നെ അവിടെ കുറച്ച് അത്യാവശ്യം നല്ലൊരു സൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാവും. ഓക്കെ, ഒരു ജിം ഫ്രീക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ജിം റാറ്റ് അല്ലെ, ആ ഒരു പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അത് ആടെ ഉണ്ടാവും.
പക്ഷെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിസിക്കൽ ഇതാണ് ഇപ്പൊ ഇവര് കുറെ ഇൻഫ്ലുവൻസേഴ്സിൽ ഇടുന്നു. അതിലേക്ക് എത്തിക്കാൻ ഇപ്പൊ 2 ഇയേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ 6 മന്ത്സിനെ കൊണ്ട് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലും ഈ ഒരു ഇതിലേക്ക് എത്താന്ന് പറയുമ്പോൾ ഇവര് ദ വേ ദ കൺവിൻസിങ് മോസ്റ്റ് പീപ്പിൾ ആർ കൺവിൻസ്ഡ്. പക്ഷെ അതിന്റെ ഇടയിൽ 2-3 ഇഞ്ചക്ഷൻസ് 2-3 പിൽസ് അതെല്ലാം ഇറ്റ് വിൽ ഫോളോ. കോമ്പറ്റീഷൻ ഇതിലാവുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാരെങ്കിലും അവരിതിലും എടുക്കുകയും ചെയ്യും, എടുക്കാണ്ടൊന്നുമില്ല. പക്ഷെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ ദിസ് എ ഹ്യൂജ് ഡിബേറ്റ് റണ്ണിങ്. ഇപ്പം ശരിക്കും എടുക്കാത്ത ആൾക്കാർക്കൊന്നും ഇവര് ഇപ്പം ഇങ്ങനെ അടിച്ചമർത്തും, നീ സ്റ്റെറോയിഡ് അല്ല, നീ എത്ര ഡോസ് എടുക്കലുണ്ട് ദിവസം, ആ ഒരു സംഭവം വരും. എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവര് ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യും. മീൻസ് എങ്ങനെ ഇവര് നാച്ചുറൽ ആണ്, ഇതാണ് ഫിസിക്, ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കണ്ടേ. അപ്പൊ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോകും സംഭവം. പാഷൻ ബീങ് ഓവർ റേറ്റഡ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇറ്റ്സ് വാട്ട് യു മേക്ക് ഓഫ് ഇറ്റ്. ഇപ്പം ഈവൻ യു പാഷനറ്റ് അബൌട്ട് സംതിങ്, സാഹചര്യങ്ങൾ കാരണം, സർക്കംസ്റ്റാൻഷ്യൽ ഇത് കാരണം നമ്മൾ ചിലപ്പോ ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടാവും, എത്താൻ പറ്റിയെന്നുണ്ടാവും. ഇപ്പം എന്റെ കേസിൽ ഞാൻ 12th സയൻസ് എടുത്തു. 12th സയൻസ് ബയോമാത്ത് എടുക്കാനുള്ള ഒരു കാരണം ഉണ്ടാവില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരൊറ്റ ഇതിൽ തന്നെ എടുത്തിരുന്നു. ആൻഡ് ലൈക്ക് ഒരു 16-year-old കേസിൽ എവറി ഡേ യു സ്ട്രൈവിംഗ് വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് തിങ്കിങ് ഒരു കാർഡിയോളജിസ്റ്റാ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എല്ലാ ദിവസവും എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ കംസ് ടു യു ആൻഡ് ടെൽസ് യു ദാറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇന്ന ഫിസിക്കൽ ഇതുള്ളതുകൊണ്ട്, ബൗണ്ടറീസ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഫീൽഡ് മാറുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് then everything goes black. And especially when you're 16 എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് വെച്ചാല് നമ്മുടെ അഡോളസൻസിന്റെ ആ ഒരു പീക്ക് ആണല്ല. മീൻസ് യു നോട്ട് an adult yet, but you're not a kid again anymore. അപ്പൊ അതിന്റെ ആ ഒരു ഇതിന്റെ ഇടയിൽ it really affects you. Okay, അപ്പം പാഷൻ അതെന്തായാലും വേണം, അത് സൈഡിൽ ആ ഒരു ഇതില് പോകണം. It gives you motivation to do something else, to become great in some other thing. Okay, അപ്പോ ഐ ഹാഡ് ടു അബാൻഡൻ ഈ പറയുന്ന ഈ മെഡിക്കൽ തിങ്. പിന്നെ ACC കയറി. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ആൾക്കാര് ഹൈപ്പ് കൊടുത്തൊരു സംഭവം ഈ ACC. അതായത് CA ആണ്, പക്ഷെ CA അല്ല. CAന്റെ അത്ര ആ ഒരു ഇതെല്ലാം കിട്ടും, പക്ഷെ CAന്റെ അത്ര മെനക്കെടില്ല, ഫ്ലെക്സിബിൾ ആണ്. 1.5 കൊല്ലം കൊണ്ട് കോഴ്സ് തീരും, 1.5 കൊണ്ട് മറ്റേ ഒപ്പിന് പൈസ അത് ഭയങ്കര വലിയ ഇതാണ് കേട്ടോ. ഓരോ ഒപ്പിന് പൈസ എന്ന് പറയുന്നത് ഞാൻ ചോമറ്റിന് ഇങ്ങനെ വെറുതെ വെച്ചിട്ടാ മതി, സാധനം പൈസ എല്ലാ ഇവരിങ്ങനെ പറയുമ്പോ ജസ്റ്റ് അതിന്റെ ഇവര് ഫുള്ള് നമുക്ക് ഇട്ടരില്ല, കുറച്ച് ഇട്ടരും, ബാക്കി നമ്മൾ ആ എത്തിക്കേറ്റാ നമ്മൾ അറിയില്ല. അപ്പോ 2 കൊല്ലം ACC പോയി അത് ഡ്രോപ്പ് ചെയ്ത് എന്നിട്ടാണ് BCom-ലേക്ക് കയറുന്നത്. ഞാൻ ആസ് എ സയൻസ് സ്റ്റുഡന്റ് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കൊമേഴ്സ് ഉള്ളവരായിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ഉള്ളവരായിക്കോട്ടെ ഓരോട് നമുക്ക് ഭയങ്കര പിച്ചായിരിക്കും. ഇപ്പൊ അതെ അല്ല അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെ വരുന്നില്ല, നമ്മള് VCT+B ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് വെച്ചാൽ ഇപ്പം കോമേഴ്സ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലേക്കൊക്കെ നമ്മള് മറ്റേ ഫീൽഡ് മാറാം, കോഴ്സ് മാറാം, സ്ട്രീം മാറാം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് എങ്ങനെയും ചിന്തിക്കാൻ പറ്റാതെ, കാരണം നമുക്ക് ആ ഒരു ലെവൽ ഓഫ് അഹങ്കാരം ഇറ്റ്സ് ഇൻസ്റ്റിൽഡ്. അപ്പോ MBBS-ന് കയറാന്ന് ഞാൻ അൾട്ടിമേറ്റ്ലി എടുത്തത് എന്താണ് BCom. അപ്പൊ അങ്ങനെയാണ്, when life gives you lemons you make lemonade, but when life gives you melons you can't make melonade because that shit doesn't even exist, but you can create melonade. Okay? You can make it your own dish, make it your own thing. ഈ പറഞ്ഞ പോലെ പാഷൻ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഏതൊരു പാത്ത് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പാഷനെ ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ തന്നെ വേണം. സോ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് പാഷനേറ്റ് ഉള്ള കാര്യം ഏതാണോ അതെടുത്തോ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ പാഷൻ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കാരണം ഇപ്പോ ഈ ഒരു ഡിഗ്രി ചൂസ് ചെയ്യുന്ന ടൈം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്തെന്ന് വെച്ചു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആ ഒരു പീരീഡ്, ആ ഒരു ടീനേജിന്റെ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറും, നമ്മുടെ ചുറ്റുപാടുള്ള റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ്ലി മാറും, നമ്മൾ ആദ്യം കണ്ട ലക്ഷ്യങ്ങൾ ചിലപ്പോൾ മാറി തരാം. സോ അന്നേരം നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ ചലഞ്ച് കാര്യങ്ങളുണ്ടോ. അപ്പോൾ അതെല്ലാം ഇതാവണമെങ്കിൽ ഈ പാഷന്റെ ബാക്കിൽ മാത്രം പോയിട്ട് കാര്യമില്ല. അന്നേരവും നമ്മൾ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടി നമ്മളെടുത്ത തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ഒരു വിൽ പവറും കൂടി വേണം, ഒരു ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ബാക്കിൽ ഉണ്ടാവണം. വൈ വി സെലക്ടഡ് ദാറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒരു റിമൂവറിൽ ഉണ്ടാവും. സോ പാഷന്റെ ബാക്കിൽ പോകുന്നതിന് പകരം നമുക്ക് എന്താണോ സ്കില്ല് ഉള്ളത് നോക്കിയിട്ട് അതിന്റെ ബാക്കിൽ പോകുന്നതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ബേൺ ഔട്ടിന്റെ കേസിലും നമ്മള് എന്തായാലും യു വിൽ ഹിറ്റ് എ പോയിന്റ്, റോക്ക് ബോട്ടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്തായാലും എത്തും. അന്നേരം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ യു ടേൺ അറൌണ്ട് ആൻഡ് യു സീ എവറിഥിങ് ദാറ്റ് യു ഗെയിൻഡ്, എവറിഥിങ് ദാറ്റ് യു അച്ചീവ്ഡ്. അത് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനം, കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ, ആ ഒരു ബൂസ്റ്റ് കാര്യങ്ങൾ എന്തായാലും തരും ടു മൂവ് ഫോർവേഡ്. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് മൂവിങ് ഫോർവേഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ എപ്പിസോഡ് 1. നമ്മള് ഓഡിയൻസിനും ഈ വീഡിയോ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്കും ഒരു ചാലഞ്ച്, നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഓഡിറ്റ് യുവർ ലാസ്റ്റ് 24 hours. നിങ്ങൾ ലാസ്റ്റ് 24 മണിക്കൂർ നോക്കിയിട്ട് നിങ്ങൾ വാട്ട് ഡിഡ് യു ഡു ദാറ്റ് ആക്ച്വലി മൂവ്സ് യുവർ ഫ്യൂച്ചർ ഫോർവേഡ് ആൻഡ് വാട്ട് വാസ് ജസ്റ്റ് പെർഫോമൻസ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സ്റ്റെപ്സ് നിങ്ങൾ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അത് ടൈം വേസ്റ്റ് ചെയ്തതാണോ എന്നുള്ളൊരു ഓഡിറ്റ് സ്വന്തം ചെയ്തിട്ട് ടൈപ്പ് ഡൗൺ ഇൻ ദ കമന്റ്സ്. താങ്ക് യു. Peace out.